ഇത് ഇന്ന് നമ്മൾ കത്തിക്കും. ഞാൻ തന്നെ പണിഞ്ഞ വണ്ടി, ആക്രിക്കടയിൽ നിന്ന് എടുത്ത് പണിഞ്ഞ വണ്ടി. ടയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവല് ടയറാണ്. തന്നെ മണ്ണ് പുതഞ്ഞു പോയി. ഈ ടാങ്കിന്റെ പ്രത്യേകത പല കളറാണിത് കണ്ടോ, വയലറ്റ്, ഗ്രീന്. ഹലോ മക്കളെ, അപ്പൊ രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും ഇറങ്ങാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് വണ്ടി ഷോറൂമിൽ സർവീസിന് കൊടുത്ത കാര്യം മറന്നുപോയി. അപ്പൊ നമ്മള് വണ്ടിയില്ല. അപ്പൊ നമ്മുടെ കുറച്ച് വണ്ടികൾ ഒരു 3 വർഷമായിട്ട് എടുത്തിട്ടില്ല, കുറെ ആക്രിയായിട്ട് കിടപ്പുണ്ട്. നമുക്ക് അതൊന്ന് പോയി നോക്കാം. ഇത് വളരെ ദുർഘടമായ വഴി കൂടി പോകണം, എങ്കിലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. 3 വണ്ടി ഉണ്ടെന്നുള്ള ഓർമ്മയുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട് സാധനങ്ങൾ. ഇത് എന്റെ പ്രായമുണ്ട് ഈ വണ്ടിക്ക്. 1998 വണ്ടിയായിരുന്നു എന്നുള്ള ഓർമ്മയുണ്ട്. പഴയ സ്പ്ലെൻഡർ, ആദ്യ മോഡൽ സ്പ്ലെൻഡർ. മറ്റേ സൗണ്ട് ഉണ്ട് സൈലൻസറിന്. ഇത് മറ്റേ ഒരു രാജമല്ലി എന്ന് പറയുന്ന സോങ്ങിനകത്ത് കുഞ്ചാക്കോവൻ ഓടിച്ചുകൊണ്ട് വരുന്ന മോഡലില്ലേ, ആ മോഡൽ വണ്ടിയാണ്. ആദ്യം നമുക്ക് മേടിച്ചോണ്ട് വന്ന എണ്ണ ഒഴിച്ച് നോക്കാം. കുടിക്കുന്ന കുടി കണ്ട പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പെട്രോൾ വരുന്നുണ്ടോ നോക്കണം. പെട്രോൾ വരുന്നുണ്ട് കേട്ടാ, വേണ്ടേ. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന കറണ്ട് വരുന്നുണ്ടോ നോക്കണം. പ്ലഗിന്റെ ലൈനാണ് നമ്മൾ ആദ്യമേ അഴിക്കുക. ലൈൻ നമ്മൾ ജസ്റ്റ് എഞ്ചിന്റെ സൈഡിലോട്ട് വെച്ചിട്ട് ഒന്ന് കിക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അവിടെ കറണ്ട് വരുന്നുണ്ടോ നോക്കണം. നമുക്ക് ആ ടിക്കറ്റ് സൗണ്ട്, അതാണ് കറണ്ട് വരുന്നുണ്ട്. നമുക്ക് പ്ലഗിലേക്ക് ഡയറക്റ്റ് ഒന്ന് തിരികെ കയറ്റി വെക്കാം. കാരണം പ്ലഗ് അഡാപ്റ്റർ പോകാനുള്ള സാധ്യതയുണ്ട്, ഇത്ര നാളായതല്ലേ. അപ്പൊ നമ്മളിനി ചെറുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രഡിക്ഷൻ ആണ്, ഒരു 5 അടിക്ക് മുമ്പേ ഇപ്പൊ സ്റ്റാർട്ട് ആവണം. നമ്മള് ടെക്നിക്കൽ ഭാഗം എല്ലാം നോക്കി കംപ്ലീറ്റ് ആണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് കണ്ട് ഒരു 5 അടിക്കുള്ളിൽ എങ്കിലും സ്റ്റാർട്ട് ആവണം. അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മൾ കിക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പൊ ഒറ്റ അടിക്ക് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഞാനിപ്പോ ഇരിക്കുന്ന വണ്ടിയില്ലേ, അതിന് എന്റെ പ്രായമുണ്ട്, 28 വയസ്സുണ്ട്. ഇപ്പൊ 28 വർഷത്തിന് മുമ്പുള്ള ബൈക്കാണ് സ്പ്ലെൻഡർ. ഇതില് പഴയ മറ്റേ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. 80,000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ 71,000 ഫോളോവേഴ്സും ആയിരിക്കണം. ദാറ്റ് മീൻസ് 1.5 ലക്ഷം ഫോളോവേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. താങ്ക്സ്.